ഹാർട്ടുമായി ബന്ധപ്പെട്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുഴുവൻ നമ്മൾ കണ്ടെത്തി അവർക്ക് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹായം നൽകി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തരുന്ന പണം അത് ഒന്ന് ഇരട്ടിയാക്കി നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാതെ നിങ്ങളിൽ നിന്നും വാങ്ങി മറ്റുള്ളവരുടെ സംഭാവനകൾ കൂടി ചേർത്ത് അതിനൊരു വലിയ സംഖ്യയാക്കി കൂടുതൽ ആളുകൾക്ക് അതിൻ്റെ സൗകര്യങ്ങൾ കിട്ടുന്നതിനും ഇനി ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കുന്ന പദ്ധതികളിലേക്ക് ഞങ്ങളുടെ വിഹിതം നൽകുന്നതിനുമൊക്കെ സഹായകമാകുന്ന രീതിയിൽ ഈ പദ്ധതിയെ മാറ്റിയെടുക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്ത് തന്നെ ആയാലും അവസാനം അന്തിമമായി ഇതിൻ്റെ ഗുണം പാവപ്പെട്ടവന് കിട്ടണം എന്നുള്ളത് മാത്രമേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. വൈകല്യമുള്ളവർക്ക് മോട്ടറൈസ്ഡ് വെഹിക്കിൾ കൊടുക്കുന്നതിന് ഉള്ള ഒരു ഉത്തരവ് ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയിലൂടെ വാങ്ങിക്കൊടുത്തു. തിരുവനന്തപുരം അതിന് മുന്നോട്ട് വന്നുകൊണ്ട് ഒരു ഗുണം ലഭിച്ചു. 14 ജില്ലകൾക്കും അതിൻ്റെ ഗുണം കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഉത്തരവുകളിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു സഹായം ആർക്കും കിട്ടാതെ പോകില്ല. അത് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവുകളിൽ ആവശ്യമായ ഭേദഗതികൾ ഏത് സമയം വരുത്താനും ഗവൺമെൻറ് സന്നദ്ധമാണ് എന്നുള്ളതാണ് അത് സംബന്ധിച്ചും ഞങ്ങൾക്ക് പറയാനുള്ളത്. പാലിയേറ്റീവ് കെയർ ഒരിക്കലും മറക്കരുത്. അത് മാൻഡേറ്ററി ആക്കാൻ പോവാണ്, നിർബന്ധമാക്കാൻ പോവാണ് പാലിയേറ്റീവ് കെയർ. നമ്മളൊക്കെ ചെയ്യേണ്ട, സാമൂഹ്യമായി നമ്മൾ പ്രതിബദ്ധതയുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഏതൊക്കെ മേഖലകളിലേക്ക് നമുക്കിത് വ്യാപിപ്പിക്കാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഈ സമയം വിനിയോഗിക്കുന്നു. എല്ലാ പഞ്ചായത്ത് മെമ്പർമാർക്ക്, കൗൺസിലേഴ്സിന് ഒക്കെ കൂടിയായിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീം ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അത് നിങ്ങളുമായി ആലോചിച്ച് ഏത് രീതിയിൽ ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു അന്തിമ രൂപമുണ്ടാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും, ഇതിലേക്ക് സംഭാവന നൽകുന്ന എല്ലാവർക്കും 100 പുണ്യങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു.